ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ മുതൽ നല്ല എട്ടിൻ്റെ പണിയും കിട്ടിയിട്ടാണോ ഞാൻ ഇരിക്കുന്നത്. എന്നാലും തീറ്റയ്ക്ക് ഒരൊട്ടും കുറവില്ല. നല്ല ഓറഞ്ചാണ്, പുളിയില്ല, നല്ല മധുരം. ഇതും കഴിച്ച് എവിടെ ഇരിക്കുന്നതല്ലേ. ഇത് ഞാൻ കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ മനുവേട്ടൻ്റെ ഒരു വീഡിയോ കോള് നോക്കുമ്പോൾ മനുവേട്ടനും മോനും നിങ്ങളിത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ. എന്താ സംഭവം എന്നറിയോ? ദിലുമോൻ്റെ മുഖം കണ്ട് ഞാൻ ആദ്യമൊന്നും ഞെട്ടി. ഇത് ചേര് പൊള്ളിയതാണ് കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടൊരു ചോറും കറിയും വെച്ച് കാത്തൂനെയും കൂട്ടി കോളേജിലേക്ക് പോയി. ചോദിച്ചപ്പോൾ അഡ്മിറ്റാണ്, 3 ദിവസത്തേക്കെന്ന് പറഞ്ഞു. ആ 3 ദിവസം എനിക്കും മനുവേട്ടനും ദിലുവിനും കാത്തൂനുള്ള ഡ്രസ്സും പായയും തലയണയും ബെഡ്ഷീറ്റും വെള്ളവും ഭക്ഷണവും എല്ലാ സാധനവും എടുത്ത് കാത്തൂനെയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഫോണിൽ അവൻ്റെ മുഖം നോക്കിയിട്ട് അവൻ പറയാട്ടോ മുഖം പറ്റ മാറിപ്പോയി എന്ന്. ഞാൻ പിന്നെ കൊണ്ടുപോയി കൊടുത്ത കഞ്ഞി വിശപ്പ് കാരണം അവൻ നന്നായിട്ട് കഴിച്ചു. തിക്കും തിരക്കും ബഹളമായിരിക്കും വാർഡിലെന്ന് വിചാരിച്ച് പോയാൽ എനിക്ക് കാണാൻ പറ്റിയത് വേറൊരു പേഷ്യൻ്റ് ഇല്ലാത്ത വാർഡായിരുന്നു. അവിടെ ദിലുമോനായിരുന്നു രാജാവ്. ഞങ്ങളെ വീട് പോലെ തന്നെ ഞങ്ങൾ മാത്രം, വേറെ ഒരൊറ്റ പേഷ്യൻ്റ് ഈ വാർഡിലുണ്ടായിരുന്നില്ല. 3 ദിവസം കഞ്ഞി മാത്രം കുടിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പാവൻ്റെ പൊന്നെ, മുഖം ചേർത്ത് നിൽക്കുന്നോണ്ടേ വീഡിയോ എടുക്കാൻ അവ സമ്മതിക്കുന്നില്ല. വൈകിട്ട് അനിയൻ വന്നു കേട്ടോ. അമ്മ കൊടുത്തു വിട്ട കഞ്ഞി കൊണ്ടുവന്നതാണ്. അത് കൊടുത്ത് ദിലുവിനെയും കണ്ട് അവൻ മടങ്ങിപ്പോയി. കാത്തു മമ്മ പോയോ? ഇടയ്ക്കിടയ്ക്ക് ദിലുവിനെ പരിശോധിക്കാൻ നേഴ്സും ഡോക്ടറും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് പ്രഷർ ചെക്ക് ചെയ്തു. വീണ്ടും കഞ്ഞി കുടിച്ചിട്ട് രാത്രി 2 ഗുളിക ഉണ്ട് കേട്ടോ. മൊബൈൽ കളി തന്നെയാണ് ആശാൻ. ഞാൻ ഗുളിക എടുത്ത് അവന് കൊടുത്തു. ആദ്യമൊക്കെ ഗുളിക കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നേ. ഇപ്പോൾ അവൻ തന്നെ കുടിക്കും. ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ അവൻ തന്നെ ഗുളിക കുടിക്കും കേട്ടോ. അവന് വാങ്ങിച്ച ഒരു ഓറഞ്ച് എടുത്ത് ഞാൻ കഴിച്ച്. ഇടയ്ക്ക് ഞാൻ അവനോട് വേണോന്ന് ചോദിക്കുന്നുണ്ട്. അവൻ വേണ്ടാന്ന് മറുപടിയും. പിന്നെന്ത് നോക്കാൻ, ഞാൻ തന്നെ ഫുള്ള് കഴിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ചേരുമരെല്ലാം പൂക്കുന്ന കാലമാണ്. കുട്ടികളെ പുഴയിൽ പോകുന്നവരും കളിക്കാൻ പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ കുരു കണ്ടാൽ ഞാവൽപ്പഴാണെന്നൊക്കെ തോന്നും, എടുത്ത് കഴിക്കരുത്. ദിലുമോൻ അങ്ങനെ ഒരു പറ്റിയ അമളിയാണ് ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ ഇന്ന് നിൽക്കുന്നത്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷമായി നാളെ കാണാം. See you and good night.